ഇന്ന് നമ്മൾ ഈ യാത്രയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ സീതത്തോടെ കോട്ടാമ്പാറയിലേക്കാണ് യാത്ര. അപ്പോൾ സീതത്തോടെ പാലം പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മണക്കയത്ത് നിന്നും കോട്ടാമ്പാറയിലേക്ക് ഈ ഒരു കാട്ടിൽ കൂടിയാണ് യാത്ര. എന്തായാലും നമ്മൾ കോട്ടാമ്പാറയിൽ എത്തിയിരിക്കുന്നു. കണ്ടില്ലേ, വലിയ മലനിരകളാണ് ഇവിടെ. കണ്ടോ, ഈ ഒരു തെങ്ങിൻ്റെയൊക്കെ വലിപ്പം വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ മലയുടെയൊക്കെ വലിപ്പം നമുക്ക് എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. വലിയ വലിയ മലകളാണ് ഈ കോട്ടാമ്പാറ ഭാഗത്തൊക്കെ ഉള്ളത്. ഫാഷൻ ഫ്രൂട്ട്സ് കണ്ടോ, നല്ല രസമുണ്ട്. ഫാഷൻ ഫ്രൂട്ട്സ് ഇങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പല വലുപ്പത്തിലുള്ള ഫാഷൻ ഫ്രൂട്ട്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും 1-2 ഫാഷൻ ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. സൂപ്പർ സാധനമാണ്. കണ്ടില്ലേ, അവിടെ നിന്ന ഒരു വെറൈറ്റി റോസ, നിറയെ മുട്ടാണ്. കണ്ടോ, പൂവ് വെള്ള പൂവാണ്, നിറയെ പൂക്കളാണ് ആ റോസയിൽ. നല്ല രസമുണ്ട് അത് കാണുവാൻ തന്നെ. ഇത് പിന്നെ മൈസൂർ ചീരയാണ്. തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എന്തോ അടിപൊളിയാണെന്നറിയാമോ ഈ ഒരു മൈസൂർ ചീരയൊക്കെ വെച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ. അടുത്തതായി നമ്മൾ വെണ്ടയ്ക്കയാണ്. കണ്ടോ, വെണ്ടയ്ക്ക വിത്തിനിട്ടേക്കുവാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഉണങ്ങി കൊട്ടനടിച്ചിരിക്കും. ഇനി അടുത്തായ ഓർക്കിഡാണ്. കണ്ടില്ലേ, ഓർക്കിഡ്. ഇതിലൊരു വെറൈറ്റി പൂവാണ്. കണ്ടോ, വെള്ള കളറിൽ ഉള്ള ഒരു ഓർക്കിഡ് പൂവ്. പിന്നെ പല പല കളറുകളൊക്കെ ഉണ്ട്. ഇത് ഉണങ്ങി കൊട്ടനടിച്ച് കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇത് ചുമന്ന കളറിലുള്ളത്. നല്ല രസമുണ്ട് ഈ ഒരു പൂവൊക്കെ കാണാൻ. ദിവസങ്ങളോളം അതല്ലെങ്കിൽ മാസങ്ങളോളം ഉണങ്ങാതെ നിൽക്കും ഈ ഒരു ഓർക്കിഡ് ചെടിയൊക്കെ. നല്ല രസമായിരിക്കും ഇതിങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ. ഇനി ഞാൻ അടുത്തതായിട്ട് തെറ്റിപ്പൂവാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ തെറ്റിപ്പൂ എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ചുമന്ന കളറിലുള്ള തെറ്റികളാണ് സങ്കല്പിക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ട് മഞ്ഞ കളറിലുള്ള തെറ്റിപ്പൂ ഉണ്ടായി നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇനി ഞാൻ കാണിക്കുന്ന അടുത്തായിട്ട് നമുക്ക് കണ്ണേറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു ഇല വെള്ളത്തിൽ ഞെവിടി കുളിക്കാറൊക്കെ ഉണ്ട്. പാണൽ ഇല എന്ന് പറയും. കണ്ടില്ലേ, പാണൽ അത് പൂത്ത് കായൊക്കെ ഉണ്ടായി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇലയാണെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഞെവിടി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണേറ് ദോഷമൊക്കെ മാറുമെന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു പറങ്കാവാണ്. പറങ്കാവൊക്കെ ഇപ്പോൾ പൂക്കുന്ന സമയമാണ്. ഈ ഒരു പറങ്കാവിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് കായൊക്കെ ഉണ്ട്, കശുവണ്ടിയൊക്കെ ഉണ്ടായി വരുമ്പോൾ കാണാൻ തന്നെ നല്ല രസമായിരിക്കും. പിന്നെ അതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കപ്പ നട്ടേക്കുന്നത്, അത് നല്ലൊരു രസമുണ്ട്. കപ്പയൊക്കെ നട്ടേക്കുന്ന